ഓക്കെ, നമ്മളങ്ങനെ ഫൈനൽ പാർട്ടിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു ഇത് കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവുമോ എനിക്കറിയത്തില്ല. ബട്ട് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മളിത് കണ്ടാണല്ലോ അങ്ങോട്ട് പോയത്. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാ? ഈ പറഞ്ഞ അക്കൗണ്ടിങ് തുടങ്ങിയത് റെക്കോർഡ് ചെയ്തു. റെക്കോർഡിൽ നിന്ന് ക്ലാസിഫിക്കേഷനിൽ നിന്ന് സമ്മറൈസേഷൻ എവിടെയൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള നമ്മൾ ഇൻകമും എക്സ്പെൻസും സമ്മറൈസ് ചെയ്ത് ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് കണ്ടെത്തി. പിന്നെ നമ്മൾ ഇനി കണ്ടെത്താൻ പോകുന്നത് നമ്മുടെ അസറ്റും ലൈബിലിറ്റിയും കൂടെ നോക്കിയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ പോവുകയാണ്. നമുക്ക് നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വീണ്ടും പോവാം. അതേ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് നമുക്ക് കിട്ടിയ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം എക്സ്പെൻസും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതുപോലെ ഇനി നമ്മളൊക്കെ എന്ത് മാർക്ക് ചെയ്യേണ്ടതുണ്ട്? അസറ്റും ലൈബിലിറ്റിയും ഒന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഏറ്റവും ആദ്യത്തെ ഐറ്റം ലോൺ എന്ന് പറയുന്നത് വീണ്ടും ഓർക്കുക, നമുക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളൊരു സാധനമാണ്. തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളൊരു സാധനത്തിന് എന്തെന്ന് വിളിക്കും? നമ്മുടെ ലൈബിലിറ്റി എന്ന് വിളിക്കും. അടുത്ത കിടക്കുന്ന റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. വ്യക്തിയായതുകൊണ്ട് ഇൻകം എക്സ്പെൻസ് അല്ല, ലൈബിലിറ്റിയോ അസറ്റോ ആണെന്നറിയാം. ലൈബിലിറ്റി ആണോ അസറ്റാണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അസറ്റ്, ക്രെഡിറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ലൈബിലിറ്റി. ഒരു വ്യക്തിയുടെ പേരിൻ്റെ നേരെ ട്രയൽ ബാലൻസിൽ എമൗണ്ട് കിടക്കുന്ന ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണത്? അസറ്റാണ്. അടുത്തത് ഗ്യാസ് ബില്ലൊക്കെ നമ്മുടെ എക്സ്പെൻസ് ആയിരുന്നു, സെയിൽസ് ഇൻകം ആയിരുന്നു, ഡ്രോയിങ് എക്സ്പെൻസ് ആയിരുന്നു, സാലറി, കമ്മീഷൻ, കാരേജ് ഇൻവേർഡ്, രാജീവ്. വീണ്ടും ഒരു മനുഷ്യൻ്റെ പേര് കിടക്കുന്നു, പിന്നെ അതിൻ്റെ എമൗണ്ട് എവിടെ കിടക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇപ്പോൾ കാണാൻ പറ്റുക അതിന് മുകളിലുണ്ട് ക്രെഡിറ്റ് സൈഡാണെന്ന്. ഇവിടെ കണ്ടോ, ക്രെഡിറ്റ് സൈഡാണ്. ഓക്കെ, രാജീവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ എമൗണ്ട് കിടക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കിടക്കുന്നതിന് അർത്ഥം എന്താ? രാജീവ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈബിലിറ്റിയാണ്. അതേപോലെ രാജുഭായ് എന്ന് പറയുന്ന മനുഷ്യന് നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈബിലിറ്റിയാണ്. പിന്നെ ക്യാപിറ്റൽ എവിടെ കിടക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നു. സോ ഇറ്റ് ഈസ് അവർ ലൈബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ കൊടുത്ത് തീർക്കേണ്ട ഒരു ബാധ്യതയാണ്. സോ ഇറ്റ് ഈസ് അവർ ലൈബിലിറ്റി. പിന്നെ കിച്ചൺ എക്യുപ്മെൻറ്റ് നമ്മുടെ എന്താണ്? അസറ്റാണ്. ഫർണിച്ചർ നമ്മുടെ എന്താണ്? അസറ്റാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മുടെ എന്താണ്? അസറ്റാണ്. അപ്പോൾ ഒരു അസറ്റും ലൈബിലിറ്റിയും തിരിച്ചറിയാനുള്ള ബേസിക് കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഓർക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ എന്താണ്? ഒരു അസറ്റാണ്. ഇത്രയും ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്നെടുത്ത് എഴുതുക. ചെറിയ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് കിട്ടും. നമ്മളിവിടെ പറഞ്ഞു ട്രയൽ ബാലൻസ് നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും. ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഒരുവിധം ഒരു ഐഡിയ തരും. എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആകും. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്ന ട്രയൽ ബാലൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നമ്മൾ എവിടെ അറിയുന്നതെന്നറിയോ? ബാലൻസ് ഷീറ്റിലാണ്. പലരും കേട്ടിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നില്ല എന്ന്. ഇതാണ് സാധനം. ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്താവണം? ടാലി ആവണം. അതായത് അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി സൈഡ് എന്ന് വരണം. അങ്ങനെ വരുന്നതിനൊരു കാരണമുണ്ട്, നിങ്ങൾ അറിയുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ലൈബിലിറ്റിയും ക്യാപിറ്റലും ചേർന്നതായിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഓണറിന് ബിസിനസ്സിന് മേലുള്ള അവകാശമായ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? അസറ്റിൽ നിന്ന് ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നോ അതാണ് ഒരു ഓണറിൻ്റെ ക്യാപിറ്റൽ, അഥവാ ഒരു ഓണറിൻ്റെ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ മനസ്സിലുണ്ടാവട്ടെ. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിയെന്ന് പ്രൂവ് ചെയ്യുന്ന സ്ഥലമാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് എങ്ങോട്ട് പോവാം? ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ബാലൻസ് ഷീറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക. ആസ് ഓൺ ഓർക്കുക, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഴുതിയിരുന്നത്? ഫോർ ദ ഇയർ എൻഡ് എന്ന് എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ എന്ത് എഴുതും? ആസ് ഓൺ ഇന്ന ഡേറ്റ് എന്ന് എഴുതും. എന്നാണോ നമ്മുടെ ഇയർ എൻഡ് ചെയ്യുന്നത് അന്ന് എഴുതും. കാര്യം എന്താ? ബാലൻസ് ഷീറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ എനി പെർട്ടിക്കുലർ ഡേറ്റ് ഓൺ ആൻ ഇയർ എന്നാണ് പറയുന്നത്. ഏത് ദിവസത്തെയും ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ മെനക്കെട്ടുന്നത് നോക്കാറില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി നോക്കിയടാ, ലൈബിലിറ്റി സൈഡുണ്ട്, എമൗണ്ട് സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട്, എമൗണ്ട് സൈഡുണ്ട്. ഇവിടെ ഡെബിറ്റ് എന്നും ക്രെഡിറ്റ് എന്നും വരാറില്ല. കാര്യം എന്താണ്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. അല്ലാതെ എന്തല്ല? ഒരു ലെഡ്ജർ അക്കൗണ്ട് അല്ല. നമ്മൾ നേരത്തെ കണ്ട ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലും ലെഡ്ജറിൻ്റെ അകത്ത് വരുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ സാധാരണ കാണുമ്പോൾ ബ്രോഡ് ഡൗൺ, ക്യാരി ഡൗൺ,
ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്നൊക്കെ വന്നേ. ഇതെന്തല്ല, ഈ പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട് അല്ല, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, അസറ്റ് സൈഡ് ലൈബിലിറ്റി സൈഡ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. നമ്മൾ ലൈബിലിറ്റി സൈഡ് എഴുതുന്നു, ലൈബിലിറ്റീസ് എല്ലാം നിരത്തി എഴുതുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ഓർഡറിൽ എഴുതാറുള്ളൂ എപ്പോഴും. നമ്മൾ ലൈബിലിറ്റീൻ്റെ ഓർഡർ നോക്കി ഏറ്റവും ആദ്യം കൊടുത്ത് തീർക്കേണ്ടതിനെ ഏറ്റവും ആദ്യം എഴുതും. കൊടുക്കാൻ ധൃതിയില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ താഴോട്ട് വരും. അങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ലൈബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, ക്യാപിറ്റലായിരിക്കും. ക്യാപിറ്റൽ നമുക്കറിയാം ഓണറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ. എന്തിനാണ് ഈ ഓണർ ഇൻവെസ്റ്റ് ചെയ്തേ, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അയാൾക്ക് വേണം, അയാൾക്ക് അർഹതപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. നമ്മൾ എന്ത് എഴുതുന്നു, ലൈബിലിറ്റി സൈഡിൽ എല്ലാ ലൈബിലിറ്റി എഴുതുന്നു, ഏറ്റവും ലാസ്റ്റ് ലൈബിലിറ്റി ആയിട്ട് ക്യാപിറ്റൽ എഴുതുന്നു. നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അകത്ത് ഒരു പ്രോഫിറ്റാണ് ഉണ്ടായതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലിൽ കൂടെ അത് ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ്, അത് ആർക്ക് അർഹതപ്പെട്ടതാണ്, ഓണറിന് അർഹതപ്പെട്ടതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് എന്തിലേക്ക് ആഡ് ചെയ്ത് കാണിക്കും, നമ്മുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്ത് കാണിക്കും. അതേസമയം നമുക്ക് നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടാൽ അറിയാം, നമുക്ക് അവിടെ ഉണ്ടായത് എന്താണ്, ഒരു ലോസ് ആണ്. ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓണർ നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തത്, നമ്മുടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, അത് അയാൾക്ക് വേണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രോഫിറ്റ് ആയിരുന്നു നമ്മൾ ബിസിനസ് ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റലിലേക്ക് അതിനെ ആഡ് ചെയ്തേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ ഉണ്ടായത് ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് ലെസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ലൈബിലിറ്റി സൈഡ് ഓക്കെ. നമ്മൾ ഏത് ഓർഡറിലാണ് എഴുതിയെന്ന് ഓർമ്മയുണ്ടല്ലോ, ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കേണ്ട കടം, നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തതിനുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട സാലറി ആയിരുന്നു ഔട്ട്സ്റ്റാൻഡിങ് ആയത്. അപ്പോൾ ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കേണ്ട കടം ആദ്യം എഴുതുന്നു, പിന്നെ സാവകാശം അനുസരിച്ച് താഴോട്ട് എഴുതുന്നു. ഇനി നമ്മൾ അസറ്റ് നോക്കിയാലോ, അസറ്റ് ഏറ്റവും ലിക്വിഡായിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിന് ആദ്യം എഴുതുന്നു. ബുദ്ധിമുട്ടനുസരിച്ച് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടുന്നതനുസരിച്ച് താഴോട്ട് എഴുതുന്നു. ഇങ്ങനെ നമ്മൾ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും ഫില്ല് ചെയ്യുന്നു. രണ്ടിൻ്റെ ടോട്ടൽ എന്താവണം, ഈക്വൽ ആവണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെയോ എന്തോ തെറ്റുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ എനിക്ക് എന്ത് കിട്ടി, ഈക്വൽ എമൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓർക്കുക, ഞാൻ വളരെ വേഗം പറഞ്ഞു പോയി, ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. എനിക്ക് അതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾ ഈ ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങണം. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ വരും, ദയവ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊസീജിയറാണ്. ഇപ്പോൾ ഇത്രയും ഒരു 3-4 വീഡിയോ കൊണ്ട് കണ്ടത്. സംശയങ്ങൾ വരുമെങ്കിൽ എന്ത് ചെയ്യണം, ഒരുപാട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നമ്മുടെ ഈ ബുക്ക് അവൈലബിൾ ആണ്. ഇതുവരെ ബുക്ക് വാങ്ങാൻ കഴിയാത്തവർക്കും ഇനി ഓടി ചെന്ന് വാങ്ങാൻ സൗകര്യമില്ലാത്തവർക്കും ഈ ബുക്കുകൾ വാങ്ങുക. നമ്മുടെ ആപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ്, ഈ ബുക്ക് വാങ്ങുക. ഇല്ലെങ്കിൽ ബുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബുക്കും അവൈലബിൾ ആണ്. എനിക്കറിയില്ല സ്റ്റോക്ക് ഉണ്ടോ, നമ്മളൊരു എല്ലാ സ്റ്റോക്കുകളും പിന്നെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഉണ്ടെങ്കിൽ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. നോക്കാം. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഒരൊറ്റ വഴിയില്ല വേറെ. സമയം എത്ര കുറവാണെങ്കിലും കഴിയുന്ന അത്രയും പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തില്ല. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ വിട്ടുപോകരുത്. താങ്ക് യു ഓൾ.